ഒരു വീട് പണിയുമ്പോൾ നാം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൂജാമുറിയുടെ സ്ഥലം എവിടെയാണ് എന്നുള്ളത്. സാധാരണയായി പലരും ചെയ്തു കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഉള്ള സ്ഥലത്ത് കിട്ടുന്ന അളവെത്തിച്ചൊരു മുറി പണിയുക എന്നുള്ളതാണ്. ശേഷം കയ്യിൽ കിട്ടിയ കുറച്ച് ഫോട്ടോയും കുറച്ച് വിഗ്രഹങ്ങളും തോന്നുന്ന രീതിയിൽ നിരത്തി വിളക്ക് കത്തിക്കുക എന്നതാണ് ചെയ്യാറുള്ളത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു വീട്ടിൽ പൂജാമുറി ഇല്ല എന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നത് അസ്ഥാനത്ത് വൃത്തിയില്ലാതെ തോന്നിയ പോലെ സൂക്ഷിക്കുന്ന പൂജാമുറികളാണ്. പൂജാമുറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ദർശനം നടത്തി സങ്കടം പറയാം. പക്ഷേ ഒരു കാരണവശാലും പൂജാമുറി നിർമ്മിച്ച ശേഷം അത് അലങ്കോലമായി ഇടാൻ പാടില്ല. ഒരു വീടിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഇടങ്ങളാണ് പൂജാമുറി. നാം മനസ്സും ശരീരവും ഒന്നാക്കി ഭഗവാനെ പൂജിക്കുന്ന സ്ഥലമാണിത്. ഈ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. മാനസാര, മയമതം, ബൃഹത്സംഹിത തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങളിൽ പൂജാമുറിയുടെ ആവശ്യത്തെപ്പറ്റിയും അവയുടെ സ്ഥാനത്തെപ്പറ്റിയും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പൂജാമുറിയുടെ ഏറ്റവും ശരിയായ സ്ഥാനം വടക്ക് കിഴക്ക് ദിശയാണ്. വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ് വടക്ക് കിഴക്ക് ദിശ. ആത്മീയതയുടെയും പോസിറ്റീവ് എനർജിയുടെയും സ്വാഭാവികമായൊരു ഒഴുക്ക് ഈ ദിശയിൽ ഉണ്ടാകും എന്നതാണ് വടക്ക് കിഴക്ക് ദിശ പൂജാമുറിക്ക് ഉത്തമമാണ് എന്ന് പറയാൻ കാരണം. എന്നാൽ ഈ ദിശയിൽ സാധ്യമാകാത്തവർക്ക് കിഴക്കോ വടക്കോ ദിശയിൽ വെക്കുന്നതിൽ തെറ്റില്ല. തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്ന് പൂജാമുറി പൂർണ്ണമായും ഒഴിവാക്കുക. ഈ ദിശകൾ രാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ രാഹുവിൻ്റെ അപഹാരമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിനടിയിലും ടോയ്ലറ്റിന് സമീപത്തും പൂജാമുറി പണിയാതിരിക്കുക. പൂജാമുറിയുടെ ഉള്ളിൽ ദൈവികത തന്നെ ഇല്ലാതാവാൻ ഇത് കാരണമാകും. ഒരു പൂജാമുറിയുടെ ഉള്ളിൽ എല്ലായിടത്തും ദൈവികമായ ഊർജ്ജം ഒരുപോലെ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാമുറി പണിയുമ്പോൾ സമചതുരാകൃതിയിൽ വേണം പണിയാൻ. അതല്ലാതെ ഏത് ഷേപ്പിൽ പണിഞ്ഞാലും ഈ ഊർജ്ജം ഒരേപോലെ എല്ലായിടത്തും നിലനിൽക്കില്ല. ഇത് കുടുംബത്തിലെ അംഗങ്ങളുടെ സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണമാകും. ജോലി നഷ്ടവും സാമ്പത്തിക നഷ്ടവും മാനഹാനി എന്നിവയ്ക്ക് കാരണമാകും. സൂര്യപ്രകാശം പൂർണ്ണമായും കടക്കത്തക്ക രീതിയിലാണ് വാതിലുകൾ പണിയേണ്ടത്. വാതിലുകൾ 2 പാളികളുള്ള 2 വശത്തേക്ക് തുറക്കുന്ന വാതിലുകളാണെങ്കിൽ ഉത്തമമാണ്. വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒരിക്കലും ഇവ തറയിൽ വെക്കാൻ പാടില്ല. അടിവരയിട്ട് പറയുന്നു, തറയിൽ ഒരിക്കലും വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വരാൻ പാടില്ല. പല കാര്യങ്ങൾക്കും പല വീടുകളും സന്ദർശിക്കുമ്പോൾ ഈ പ്രവണത കണ്ടതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ദൈവികതയോടുള്ള അവഗണനയായി കണക്കാക്കും. ഈ കാര്യത്തിൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഉടഞ്ഞതോ വിള്ളലുള്ളതോ ആയ വിഗ്രഹങ്ങൾ ഒരിക്കലും പൂജാമുറിയിൽ ഉപയോഗിക്കാതിരിക്കുക. കേടായ ചിത്രങ്ങളും നിറമങ്ങിയ ചിത്രങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് വരുന്ന ഐശ്വര്യത്തിനെ കാര്യമായി ബാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഇവ എന്ത് ചെയ്യണമെന്നുള്ളത്. ഉടഞ്ഞതോ കീറിയതോ ആയ ചിത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ശാസ്ത്രപ്രകാരം പ്രതിവിധിയുണ്ട്. ഇവ ജലത്തിൽ മുക്കുക എന്നതാണ് ശരിയായ രീതി. അതായത് അടുത്തുള്ള നദിയിലോ പുഴകളിലോ കുളങ്ങളിലോ മുക്കി വയ്ക്കുവാൻ ശ്രമിക്കുക. ഇത് വെള്ളത്തിൽ ഒരിക്കലും ഒഴുക്കി വിടാതിരിക്കുക. മറ്റൊരു മാർഗം വൃത്തിയുള്ള ഭാഗത്ത് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഭാഗമായാൽ ഉത്തമം. ഒരു കുഴിയെടുത്ത് അതിൽ നിക്ഷേപിച്ച് അവയ്ക്ക് മുകളിൽ ആൽമരമോ കൂവളമോ തുളസിയോ ഒക്കെ നട്ടു വളർത്തുക എന്നുള്ളതാണ്. വിഗ്രഹങ്ങളും ചിത്രങ്ങളും പടിഞ്ഞാറ് ഭാഗത്തിന് അഭിമുഖമായി മാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദൃഷ്ടി വരുന്ന രീതിയിൽ വയ്ക്കുക. കിഴക്കോട്ട് നോക്കി നിന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെച്ചാൽ മാത്രമേ അഭിമുഖമായി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. വിഗ്രഹങ്ങളുടെ അളവ് ശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 2 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരെയാണ് പൂജാമുറിയിൽ വയ്ക്കാവുന്ന വിഗ്രഹങ്ങളുടെ അളവ്. 2 ഇഞ്ചിൽ കുറഞ്ഞതോ 9 ഇഞ്ചിൽ കൂടിയതോ ആയ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഉത്തമം. ഒരു ചെറിയ കുടത്തിൽ കുറച്ച് വെള്ളം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കിഴക്കോ വടക്ക് കിഴക്കോ ദിശയിൽ ഒരു ചെറിയ കുടത്തിൽ വെള്ളം നിറച്ച് മാവിലയോ ഓലക്കീറുകളോ ഇട്ട് വയ്ക്കുക. വെള്ളം നിറഞ്ഞ കലശം ശാസ്ത്രപ്രകാരം പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് പൂജാമുറിയുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതിനും ഐശ്വര്യം നിലനിർത്തുന്നതിനും സഹായിക്കും. പൂജാമുറി ഇല്ലാത്തവർ വീടിൻ്റെ ഹാളിലും ബെഡ്റൂമിലുമൊക്കെ ചിത്രങ്ങൾ വെച്ച് വിളക്ക് കത്തിക്കാറുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണിത്. വീട്ടിൽ ഇതിനായി ഒരു പ്രത്യേക സ്ഥലം ഇല്ല എങ്കിൽ ഇത് ഒഴിവാക്കുക എന്നതാണ് ഉത്തമമായ കാര്യം. നിങ്ങൾക്ക് ചെയ്യാവുന്നത് അടുത്തുള്ള അമ്പലങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലോ ദിവസേന പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത്രയുമൊക്കെയാണ് പൂജാമുറി നിർമ്മിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.